ജനിച്ചത് വല്ലാർപാടത്ത്. പട്ടാളക്കാരനായ അച്ഛന്റെ കൂടെ ഉത്തരേന്ത്യയിൽ പല ഭാഗത്തായി വിദ്യാഭ്യാസം. പിന്നീട് കരസേനയിൽ ഓഫീസർ. അതിർത്തിയിൽ നാടിന്റെ മാനം കാത്തതിന് നിരവധി മെഡലുകൾ. പക്ഷെ പണം കൊടുത്താൽ ആരെയും കൊല്ലുന്ന വാടക കൊലയാളി അല്ലടാ. പറയടാ, പ്രവീണിനെ കൊല്ലാൻ നിനക്ക് ആരാടാ പണം തന്നത്? എനിക്ക് ആരും പണം തന്നിട്ടില്ല. ഞാൻ ആരെ കൊന്നിട്ടുമില്ല. ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ളത് കുറ്റം തെളിയിക്കാൻ ആരെയും തല്ലരുതെന്നാണ്. പക്ഷേ അത് ചെയ്താലേ നിന്നെ പോലുള്ളവനൊക്കെ സത്യം പറയൂ. 12-ാം തീയതി ഉച്ചയ്ക്ക് തിരക്കിട്ട് നീ ഡൽഹിയിൽ നിന്ന് പുറപ്പെടുമ്പോ നിന്റെ ലക്ഷ്യം വിവാഹമായിരുന്നില്ല. ദൗത്യം പ്രവീണിനെ കൊല്ലുകയായിരുന്നു. ഡൽഹിയിൽ നിന്നും ഭോപ്പാലിൽ നിന്നും സേലത്ത് നിന്നുമെല്ലാം നീ രജനിയെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്. പബ്ലിക് ബൂത്തിൽ നിന്ന് വിളിച്ചത് നീയല്ലാന്ന് വേണമെങ്കിൽ നിനക്ക് കോടതിയിൽ വാദിക്കാം. പക്ഷേ ആ സമയത്തെല്ലാം നീ സഞ്ചരിച്ചിരുന്ന ട്രെയിൻ അതാത് സ്റ്റേഷനുകളിൽ ഉണ്ടായിരുന്നു എന്നതിന് റെയിൽവേയുടെ ലോഗ് ബുക്ക് തെളിവാ. ഇനി മറ്റൊന്നിനു കൂടി നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. ചണ്ഡീഗറിലെ ഇൻഫൻട്രി യൂണിറ്റിൽ നിന്ന് കാണാതെ പോയ തോക്ക് നിന്റെ വീട്ടിലെ കിണറ്റിൽ എങ്ങനെ വന്നു? ഇനിയും നീ രക്ഷപ്പെടാന്ന് കരുതണ്ട. സത്യം പറയടാ, പ്രവീണിനെ കൊല്ലാൻ നിനക്ക് പണം തന്നത് കിഷോറിന്റെ അച്ഛൻ പ്രതാപ് ഓർമ്മയല്ലേ? അല്ല, അവനെ കൊല്ലാനുള്ള തീരുമാനം എന്റേത് മാത്രമായിരുന്നു. നിഷ്കളങ്കയായ ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ചവനാണ് അവൻ. കുഞ്ഞുനാൾ മുതൽ നിങ്ങൾ സ്നേഹിച്ച പെണ്ണിനെ ഇങ്ങനെ ഒരു തമ്മാടി നശിപ്പിച്ചാൽ നിങ്ങളും ഇത് തന്നെ ചെയ്യുമായിരുന്നു. ആത്മാഭിമാനമുള്ള ഏത് പുരുഷനും ഇതേ ചെയ്യൂ. നന്ദകുമാറിന്റെ മൊഴി അനുസരിച്ച് ഞങ്ങൾ ദേവരാജനെയും അറസ്റ്റ് ചെയ്തു. ഉണ്ടായതെല്ലാം അവൻ തുറന്നു പറഞ്ഞു. പ്രവീണിനെ കുറിച്ച് ദേവരാജ് വെളിപ്പെടുത്തിയ സത്യങ്ങൾ വിശ്വസിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. പുറമേക്ക് കാണുന്ന പോലെ ഒരു മാന്യനായിരുന്നില്ല പ്രവീൺ. സ്ത്രീകൾ അയാൾക്കൊരു ബലഹീനതയായിരുന്നു. രജനിയാണ് പ്രവീണിന് വേണ്ടി പുതിയ പുതിയ പെൺകുട്ടികളെ കണ്ടെത്തിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം സ്പോൺസർഷിപ്പിന്റെ കാര്യത്തിനെന്നും പറഞ്ഞ് രജനി വളരെ തന്ത്രപൂർവ്വം ദീപയെ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തിച്ചു. അവിടെ വെച്ച് ഒരു ഗ്ലാസ് ജ്യൂസ് കുടിച്ചതുവരെ അവൾക്ക് ഓർമ്മയുള്ളൂ. പിന്നെ ഉണരുമ്പോൾ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. അതേക്കുറിച്ച് ചോദിക്കാനാണ് ഞാനന്ന് പ്രവീണിന്റെ ഓഫീസിൽ ചെന്നത്. പക്ഷെ അയാൾ എന്നെ ഭീഷണിപ്പെടുത്തി വിട്ടു. അവിടുന്ന് ഞാൻ കണ്ണീരോടെയാണ് ഇറങ്ങി പോകുന്നത്. ദീപ ആത്മഹത്യയുടെ വാക്കിലായിരുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ എനിക്കായില്ല. ഒടുവിൽ ഞാൻ നന്ദേട്ടനെ വിളിച്ചു. ഈ വിവരം അറിഞ്ഞപ്പോ എന്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് സാറിന് ഊഹിക്കാലോ. സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ദീപ എന്റേതായിരുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ അവളെ ഉപേക്ഷിക്കില്ലെന്ന് ഉറപ്പു കൊടുത്തു. ഒടുവിൽ ദീപ ഒരുവിധം നോർമലായി. ഈ സമയത്താണ് ഒരു ദിവസം രജനി വീണ്ടും ദീപയെ വിളിച്ചത്. പ്രവീണിന് ദീപയെ വീണ്ടും വേണമെന്ന് അറിയിക്കാൻ. പറ്റില്ലെന്ന് ദീപ പറഞ്ഞപ്പോ രജനി അവളെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ തുടങ്ങി. അന്ന് പ്രവീൺ അവളുടെ ചിത്രങ്ങൾ എടുത്തിട്ടുണ്ടെന്നും ചെന്നില്ലെങ്കിൽ അത് മഞ്ഞപത്രങ്ങൾക്ക് അയച്ചു കൊടുക്കുമെന്നായിരുന്നു ഭീഷണി. നിങ്ങൾ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെട്ടില്ല? ഇത്രയും സ്വാധീനമുള്ള ഒരാൾക്കെതിരെ പോലീസിൽ പരാതി കൊടുത്ത് വിജയിക്കാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് പറ്റുമെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ഇനി സത്യസന്ധമായി പോലീസ് അന്വേഷിച്ചാൽ പോലും എന്താ ഉണ്ടാവുക? തെളിവെടുപ്പെന്ന് പറഞ്ഞ് കേരളം മുഴുവൻ അവളെ സഞ്ചരിക്കുന്ന കാഴ്ച ബംഗ്ലാവ് പോലെ കൊണ്ടു നടക്കും. പൊടിപ്പും തൊങ്ങലും വെച്ച് പത്രങ്ങളത് ആഘോഷിക്കും. അതുകൊണ്ടാ സാർ ഞാൻ വീണ്ടും നന്ദേട്ടനെ വിളിച്ചേ. ദേവന്റെ ഫോൺ കിട്ടിയ ആ നിമിഷം തന്നെ രജനിയുടെയും പ്രവീണിന്റെ കൊലപാതകം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എത്രയും വേഗം നാട്ടിലെത്തി അവരെ കൊല്ലാനും ദീപയെ കല്യാണം കഴിക്കാനും ഞാൻ തീരുമാനിച്ചു. അന്ന് തന്നെ ലീവും എടുത്തു. പരിചയമില്ലാത്തവർക്ക് വേണ്ടി പ്രവീൺ രാത്രി വാതിൽ തുറക്കില്ല. അതിനാൽ രജനിയെ ഉപയോഗിച്ച് മാത്രമേ പ്രവീണിന്റെ ബംഗ്ലാവിൽ കയറാനാവൂന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ഡൽഹിയിൽ നിന്ന് നാട്ടിൽ വരുന്ന ഒരു കസ്റ്റമറാണ് ഞാനെന്നും ഇഷ്ടം പോലെ പണം തരാമെന്നും പറഞ്ഞ് ഞാൻ അവളെ ഫോണിൽ വിളിച്ചു. ആ ട്രാപ്പിൽ അവൾ വീണു. പിന്നെ ഞങ്ങൾ പ്രവീണിന്റെ ശത്രുക്കളുടെ ഒരു ലിസ്റ്റ് എടുത്തു. അതിൽ കൃഷ്ണപ്രസാദായിരുന്നു ഏറ്റവും സൗകര്യം. അന്ന് തന്നെ അയാളുടെ ഒരു ഷർട്ട് ഞങ്ങൾ കൈക്കലാക്കി. ഒരേ കമ്പനിയുടെ ഒരേ മോഡലിലുള്ള ഒരേ സൈസിലുള്ള പുതിയ 2 ജോഡി ഷൂസുകൾ ഞങ്ങൾ വാങ്ങിച്ചു. അത് ധരിച്ചുകൊണ്ടാണ് ഞങ്ങൾ അന്നത്തെ ദിവസം ആരംഭിച്ചത്. പക്ഷേ അവിടെ കണ്ട കാഴ്ച തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു. വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. അകത്ത് പ്രവീൺ മരിച്ച നിലയിലും. നിങ്ങൾ ഈ പറഞ്ഞത് നുണയാണ്. അല്ല സർ, ഞാൻ പറഞ്ഞ സത്യമാണ്. പ്രവീണിനെ കൊന്നത് ഞങ്ങളല്ല. ഞങ്ങൾ ചെല്ലുമ്പോൾ പ്രവീൺ മരിച്ചു കിടക്കുമായിരുന്നു. ഞാൻ അടുത്ത് ചെന്ന് നോക്കി. പ്രവീണിന്റെ വലത്ത് കൈയിൽ എന്തോ ഒന്ന് ചുരുട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കൈക്കലാക്കി. ചുവന്ന നൂലിൽ മന്ത്രക്കെട്ടുള്ള ഒരു രക്ഷ. അതിന്റെ നൂല് മൽപ്പിടുത്തത്തിനിടയിൽ വലിച്ചു പൊട്ടിച്ച നിലയിലായിരുന്നു. അതിനാൽ അത് കൊലയാളിയുടേതാണെന്ന് തീർച്ച. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം പ്രവീണിനെ കൊന്നത് ഞാനല്ലെന്ന് തെളിയിക്കാനുള്ള ഒരേ ഒരു തെളിവാണത്.
പ്രവീണിനെ കൊന്ന കുറ്റം എന്റെ മേൽ ആരോപിച്ചാൽ ആ തെളിവ് ഞാൻ കോടതിയിൽ സമർപ്പിക്കും. കാരണം പ്രവീണിനെ കൊന്നത് കൊട്ടാരത്തിനുള്ളിൽ തന്നെയുള്ള ആരോ ആണ്. പ്രവീൺ മരിച്ചാൽ ആർക്കാണ് ഏറ്റവും നേട്ടമുണ്ടാകുന്നതെന്ന് നോക്കിയാൽ മതി സാർ, ആളെ കിട്ടും. പക്ഷെ രജനിയെ കൊന്നത് ഞങ്ങൾ തന്നെ. അതിനിടയിൽ വടികൊണ്ട് ദേവന്റെ കൈമുറിഞ്ഞു. ആ സമയത്ത് തലയിൽ മറയൊഴിച്ച് ഞാൻ അവളുടെ മരണം ഉറപ്പുവരുത്തി. പിന്നീട് കൃഷ്ണപ്രസാദിന്റെ ഷർട്ടിലും ഇരുമ്പ് വടിയിലും പ്രവീണിന്റെ രക്തം തെറിപ്പിച്ചു. എന്നിട്ട് ഞാനത് രണ്ടും തോട്ടത്തിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടു. ആ സമയത്ത് ഞാൻ അവരുടെ ബോഡി പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മുറിയിൽ പെർഫ്യൂം തളിച്ചു. ഒടുവിൽ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ബോഡി കത്തിക്കുകയും ചെയ്തു. പോലീസിനെ വഴി തെറ്റിക്കുക എന്ന ഒറ്റ ഉദ്ദേശമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. സർ, മുരളീമോഹൻ ശരിക്കും നിരപരാധിയാ. അതുപോലെ തന്നെ ഞാനന്ന് പ്രവീണിനെ കാണാൻ ചെന്നപ്പോൾ അയാൾക്കാരുടെയും ഫോൺ വന്നിരുന്നില്ല. നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി ഞാൻ അപ്പം തൊന്നിരുന്നോണ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് പ്രീതുവിനെ കൊല്ലാൻ ശ്രമിച്ചത്? അതും പോലീസിനെ വഴിതെറ്റിക്കാൻ വേണ്ടിയായിരുന്നു. ആദ്യം ദേവരാജിനെയും പിന്നെ ദീപയെയും പോലീസ് ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണം ശരിയായ വഴിക്കാണ് നീങ്ങുന്നതെന്ന് ഞങ്ങൾ ഭയന്നു. വീണ്ടും എന്തെങ്കിലും ചെയ്ത് പോലീസിന്റെ വഴി തെറ്റിച്ചില്ലെങ്കിൽ കുഴപ്പമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. പ്രീതുവിനെയും ആരോ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ടെന്ന് വരുത്തി തീർത്താൽ പോലീസിന്റെ അന്വേഷണം വഴിതെറ്റുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അല്ലാതെ അവളുടെ ദേഹത്ത് ഒരു പോരൽ ഏൽപ്പിക്കാൻ പോലും ഞങ്ങൾക്ക് പ്ലാൻ ഇല്ലായിരുന്നു. സാർ, ഞങ്ങൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യണം. എന്റെ പെങ്ങളെ ഈ കേസിൽ ഉൾപ്പെടുത്തരുത്. ഞങ്ങൾ നിർബന്ധിച്ചിട്ട് സാർ. മുരളീമോഹന്റെ ഭാര്യയുമായി പ്രവീണിന് ബന്ധമുണ്ടായിരുന്നു എന്ന് ദീപ നോണ പറഞ്ഞത്. രജനിയെ കൊന്നത് ഞങ്ങളാണെന്ന് ഈ നിമിഷം വരെ ദീപയ്ക്ക് അറിയില്ല. സാറിനോട് എനിക്കൊരു അപേക്ഷയുണ്ട്. കുറ്റം മുഴുവൻ ഞാൻ ഏറ്റുകൊള്ളാം. എന്റെ പെങ്ങളെ അളിയനും സാർ വെറുതെ വിടണം. വേണ്ട സാർ, എല്ലാം പ്ലാൻ ചെയ്തത് ഞാനാണ്. ജയിലിൽ ഞാൻ തന്നെ പൊക്കോളാം. നിങ്ങൾ ജയിലിൽ പോയാൽ ദീപയുടെ അവസ്ഥ എന്താവും? ഒരു 14 വർഷം കൂടി കാത്തിരിക്കാനുള്ള കരുത്ത് ഞങ്ങളുടെ സ്നേഹത്തിനുണ്ട് സാർ.